ഉത്രാടം ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം ഓണമാണ് ഉത്രാടമെന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. അപ്പോൾ ഒന്നാം ഓണമായി തിരുവോണത്തിന് മുൻപുള്ള ഒരു കട്ടൻ റൈസർ ഓണ സദ്യയൊക്കെ എല്ലായിടത്തും ഇപ്പോൾ വിളമ്പി തുടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വീടുകളിലുമൊക്കെ വിഭവങ്ങളൊക്കെ ഇപ്പോൾ സമയം 12:20 വിഭവങ്ങളൊക്കെ തയ്യാറായി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ എല്ലാവരും കഴിച്ചാൽ മതി. ഒപ്പം ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിലേക്കൊക്കെ എല്ലാവരും കടക്കുന്ന സമയമാണ്. ആറന്മുളയിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ വഴിപാട് വള്ളസദ്യ, ഉത്രാടദിന സദ്യ തുടങ്ങാൻ പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ഉണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, വഴിപാടുകാരൊക്കെ എത്തിക്കഴിഞ്ഞല്ലേ? സുജിയ, വഴിപാടുകാരൊക്കെ എത്തിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുരയിലാണുള്ളത്. ഇപ്പോൾ വിഭവങ്ങളൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനകം വഞ്ചിപ്പാട്ട് പാടും. അങ്ങനെ ആ വഞ്ചിപ്പാട്ട് പാടിയതിന് ശേഷമായിരിക്കും ഈ കരക്കാർ ആദ്യം വള്ളസദ്യ കഴിക്കാൻ തുടങ്ങുക. വഴിപാട് നടത്തിയ ആളും ഒപ്പം തന്നെ അവർ ക്ഷണിച്ച അവരുടെ ബന്ധുക്കൾ ഒപ്പം തന്നെ സുഹൃത്തുക്കൾ ഒക്കെയാണ് ഈ വഴിപാട് വള്ളസദ്യ കഴിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിയത്. സുജയൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഭവങ്ങളുടെ എണ്ണക്കൂടുതലാണ് അതിൻ്റെ ഏറ്റവും വലിയ ആറന്മുള വള്ളസദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചോറ്, പരിപ്പ്, പർപ്പിടകം, നെയ്യ്, സാമ്പാർ, പുളിശ്ശേരി, രസം, പച്ചമോര്, അവിയൽ, മധുരപ്പച്ചടി, പാവയ്ക്ക കിച്ചടി, ബീട്രൂട്ട് കിച്ചടി, ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര വിഭവങ്ങളുണ്ട്. 44 കൂട്ടം വിഭവങ്ങൾ, ഒപ്പം തന്നെ ശ്ലോകം ചൊല്ലി ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട വിഭവങ്ങൾ. അങ്ങനെ ആളുകൾക്കെല്ലാം, ഭക്തർക്കെല്ലാം വയറു നിറയെ ആസ്വദിച്ച് തന്നെ ഭക്തിയോടുകൂടി തന്നെ കഴിക്കത്തക്ക ഭക്ഷണ വിഭവങ്ങളാണ് ഈ ആറന്മുള വള്ളസദ്യയിൽ ഉള്ളത്. തോരൻ, ഇഞ്ചിക്കറി, മാങ്ങാക്കറി, ഒപ്പം തന്നെ നാരങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, ചമ്മന്തിപ്പൊടി, ആറന്മുള വറുത്ത എരിശ്ശേരി, വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, പഴം നുറുക്ക്, ഉപ്പുമാങ്ങ, ഏത്തയ്ക്ക ഉപ്പേരി, ശർക്കര പുരട്ടി, ചേമ്പുപ്പേരി, ചേന ഉപ്പേരി, ഉണ്ണിയപ്പം, അങ്ങനെ 44 കൂട്ടം വിഭവങ്ങൾ. ഇപ്പോൾ ഇവിടെ ഈ വള്ളസദ്യ തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി വള്ളസദ്യ ആരംഭിക്കുക. കരക്കാർ അവർ ശ്ലോകം ചൊല്ലി ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട വിഭവങ്ങൾ ഉണ്ട്. ആ വിഭവങ്ങൾ എല്ലാം ഇവിടെ തയ്യാറാണ്. നാളെയാണ് ആറന്മുള സദ്യ. നമുക്ക് അവിടെ നിന്നുള്ള തത്സമയ സാക്ഷാൽ ശ്രീകൽപവൃക്ഷം ഗണപതി ഭഗവാന്റെ പാദപത്മം നമസ്തേ. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. കർണാതി ഭൂപതികളെ കൊലദൈവതില വരന്റെ സുതനാകിയ പാർത്ഥനോട് ഒന്നിച്ചു വൈരി കുലമാശു ഹനിച്ച കൃഷ്ണേ തെളിഞ്ഞു വിലസിടുക പന്തിയോട്. പ്രധാനം ധരണിയിൽ മനുജന്മാർക്കു നിത്യം കൊടുത്തിട്ടേവം അന്യൂനാനന്ദമോടെ സുരനദി സമമാം വമ്പകൻ വാമഭാഗേ വൻപേറും കുംഭകോണ്ടൻ സദനമണി പടിഞ്ഞിടും തൃക്കോവിലിൽ വാഴും സമ്പൂർണ ശംഭുവന്ധ്യൻ തിരുവടി തിരുവോറൻ മുളേശ മഹേശ. ഗോവിന്ദ ഗോവിന്ദ
ഇന്ന് നടത്തുന്ന ആളുകൾ അവരാണ് ഇന്നിപ്പോൾ വിളമ്പുന്നത്. അവിടെ സദ്യയ്ക്ക് തുടക്കമാവുകയാണ്. ആറന്മുള വള്ളസദ്യയുടെ ഇന്നത്തെ ഉത്രാട ദിനത്തിലെ സദ്യയ്ക്ക് തുടക്കമാവുകയാണ്. രുചിയുടെ പെരുമ കൊണ്ട്, ഒപ്പം തന്നെ പങ്കെടുക്കുന്ന ഭക്തരുടെ ആളുകളുടെ ബാഹുല്യം കൊണ്ട് അങ്ങനെ ലോകത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സദ്യയാണ് ഉത്രാട ദിനത്തിൽ പ്രേക്ഷകരിലേക്ക് നമ്മളത് തത്സമയം എത്തിക്കുകയാണ്. വിഭവങ്ങളുടെ രുചി വൈവിധ്യം, ഒപ്പം തന്നെ ആറന്മുള ക്ഷേത്ര ദർശനം, ഇതിനായാണ് നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ആറന്മുളയിലേക്ക് എത്തുന്നത്. ഏറെക്കുറെ ഒരു കണക്കനുസരിച്ച് ഓണക്കാലമൊക്കെ ആകുമ്പോഴേക്കും 2 ലക്ഷത്തോളം ആളുകൾ ആ ഒരു കാലയളവിൽ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. നൂറ്റാണ്ടുകളായുള്ള ആചാരം, ആഘോഷം ഇതെല്ലാം ചേരുന്ന ഒരു പരമ്പരാഗത തനിമയുള്ള ഒരു കാഴ്ച, അതാണ് ഇന്നും മാറ്റമില്ലാതെ ആറന്മുളയിൽ നടക്കുന്നത്. ഓരോ ദിനത്തിലും വള്ളസദ്യയുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തുന്ന പള്ളിയോടക്കാർക്കായുള്ള വഴിപാട്, അതാണ് ആറന്മുള വള്ളസദ്യയുടെ ഒരു സങ്കല്പം. നോക്കൂ, 44 കൂട്ടം വിഭവങ്ങൾ വിളമ്പിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ചോദിച്ചു വാങ്ങേണ്ട 20 വിഭവങ്ങൾ കൂടിയുണ്ട്. അത് ഈ വഴിപാട് നടത്തുന്ന ആളുകൾക്ക് അത് നൽകും. വലിയ കൂമ്പാരം പോലെ ചോറൊക്കെ കൂട്ടിയിട്ട് ആ സദ്യ ഇലയിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും വിപുലമായ ഒരു സദ്യ ലോകത്തൊരിടത്തും വിളമ്പുന്നില്ല. അതുകൊണ്ട് തന്നെ ആറന്മുള വള്ളസദ്യയൊക്കെ പ്രത്യേകമായി അതേ രീതിയിൽ തന്നെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലും ഒപ്പം ഗൾഫ് നാടുകളിലുമൊക്കെ ഇപ്പോൾ വിളമ്പുന്നുണ്ട്. പലതരത്തിലുള്ള പഴങ്ങൾ, കാളിപ്പഴമൊക്കെ നമുക്ക് അങ്ങനെ വിപണിയിൽ എപ്പോഴും കിട്ടുന്നതല്ല. കാളിപ്പഴം, കരിമ്പ്, അതെല്ലാം അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ആചാരവും ഒപ്പം തനിമയും സംയോജിപ്പിക്കുന്ന ആറന്മുള വള്ളസദ്യയുടെ വിഭവങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പിച്ച് വള്ളസദ്യയുടെ ചടങ്ങുകളിലേക്ക് നമ്മൾ കടക്കും. അങ്ങനെ വഞ്ചിപ്പാട്ട് പാടി ക്ഷേത്രത്തിലെത്തുന്ന പള്ളിയോടം, ആ പള്ളിയോടത്തെ സ്വീകരിക്കും. അതിനുശേഷം ഈ മുത്തുക്കുടയും തുഴയും ഒക്കെ സമർപ്പിച്ചതിന് ശേഷമാണ് ഊട്ടുപുരയിലെ വള്ളസദ്യ. ഊട്ടുപുരയിൽ വിളമ്പി വെച്ചിരിക്കുന്ന വിഭവങ്ങളുടെ ഒരു നിറവ് നോക്കൂ. 44 കൂട്ടം വിഭവങ്ങളുള്ള ആറന്മുള വള്ളസദ്യ ഇതാണ്. ഈ സദ്യ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രുചിച്ചിരിക്കണം. അതിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാൻ വരണം, അങ്ങനെയൊന്നും നിർബന്ധമില്ല. അവിടെ എത്തുന്ന വഴിപാട് നടത്തുന്നവരുടെ ക്ഷണം കിട്ടിയാൽ മതി, നിങ്ങൾക്ക് ഈ സദ്യ രുചിക്കാൻ കഴിയും. ലോകമെമ്പാടുമുള്ള ആളുകൾ ഏറ്റവും കൊതിയോടെ ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നാണ് ആറന്മുള വള്ളസദ്യ. ഇനിയിപ്പോൾ വള്ളപ്പാട്ടിലൂടെ ഈ തുഴക്കാരൊക്കെ ഈ വിഭവങ്ങൾ ചോദിച്ചു വാങ്ങും. അതിനായി നിരത്തി വെച്ചിരിക്കുന്ന വിഭവങ്ങൾ നമുക്ക് കാണാം. പലതരത്തിലുള്ള കിച്ചടികൾ, ഒപ്പം ഉപ്പേരികൾ, അവിയൽ, അതുപോലെ തന്നെ അച്ചാറുകൾ, 5 കൂട്ടം അച്ചാറുകൾ ഉണ്ടാകും. അങ്ങനെ അവയെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. പപ്പടം, വലിയ പപ്പടവും ചെറിയ പപ്പടവും, 3 പപ്പടമാണ് കൊടുക്കുക. പപ്പടം പൊള്ളിച്ച് വെച്ചിരിക്കുന്ന പപ്പടം നമുക്കവിടെ കാണാം. ഒപ്പം തോരൻ, ഉപ്പേരികൾ തന്നെ 5 കൂട്ടമുണ്ട്. ഉപ്പേരിക്കൊപ്പം ചെറിയ പരിപ്പുവടയൊക്കെ ഉണ്ട്, കണ്ടോ. പരിപ്പുവടയും ചെറിയ ഉപ്പേരികളും മോദകവും അങ്ങനെ എല്ലാം ചേർത്തുകൊണ്ട് ആ ഇലയുടെ ഒരു ഭാഗത്തായി ഉപ്പേരികളെല്ലാം ചേർത്ത് വിളമ്പും. ഈ ഉപ്പേരികൾ ഇടതുഭാഗത്ത് വെക്കുന്നു. ആ ഉപ്പേരികൾ കഴിച്ചാണ് സദ്യയിലേക്ക് നമ്മൾ കടക്കുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, എനിക്കിത് കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. ഉച്ച സമയവുമാണ്. അച്ചാറുകളും ഉപ്പേരികളും എല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. ഇത് വഴിപാടിനായി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇലകളിലേക്ക് വിളമ്പുന്ന ആദ്യഘട്ടം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഈ വന്നിരുന്നതിന് ശേഷം വിഭവങ്ങൾ ചോദിച്ചു വാങ്ങും. അതിന് മുന്നോടിയായിട്ടാണ് അവരിപ്പോൾ അവിടെ വിളമ്പുന്നതിനായി, അതായത് ആദ്യം വഴിപാട് നടത്തുന്ന ആളുകൾക്ക് അവിടെ വഴിപാട് കൊടുക്കുകയാണ്. വഴിപാടിന് ശേഷമുള്ള പ്രസാദമൊക്കെ കൊടുക്കുകയാണ്. ഇനിയാണ് സദ്യയിലേക്ക് കടക്കുക. വഴിപാട് നടത്തുന്നവരെയാണ് നമുക്ക് ആ മുൻനിരയിൽ അവരായിരിക്കും ഉണ്ടാവുക. എന്തായാലും സാമ്പാർ ഒഴിച്ചു കഴിഞ്ഞ് പായസം വിളമ്പുന്നു. അങ്ങനെ പല വ്യത്യസ്തമായ രീതികളും അവിടെ നമുക്ക് കാണാൻ കഴിയും. ചിട്ടവട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ആറന്മുള വള്ളസദ്യ ഉണ്ണുന്നതിനും ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും. വിഭവസമൃദ്ധമായ സദ്യ, അതാണ് ഈ ഉത്രാട ദിനത്തിൽ ഉച്ച സമയത്ത് പ്രേക്ഷകർക്ക് ആ സദ്യ കഴിക്കാൻ നമുക്ക് കൊതി തോന്നുന്ന തരത്തിൽ ആ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവീൺ പുരുഷോത്തമൻ സംഘവും. നമുക്ക് അവിടെ നിന്നുള്ള വഞ്ചിപ്പാട്ടെന്ന് കേൾക്കാം.